ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ജാനുവരി 27 എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം, അതായത് തിങ്കളാഴ്ച. നിങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അങ്ങനെ പതിവുപടി രാവിലെ എണീറ്റ വഴിക്ക് ഇതേ തോമുട്ടൻ്റെ വക ബർത്ത്ഡേ വിഷ്. അപ്പോൾ തലേ ദിവസമൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഇതേ ചേട്ടനും അനിയനും ജീപ്പിൽ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതും എടുത്തതൊക്കെ ഭയങ്കര ഉപകാരമായി എന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു അവരുടെയൊക്കെ വീടുകളിൽ മിണ്ടാണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ആളെ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദേ നോക്കിയപ്പോൾ നമ്മുടെ ഡോൺ പുതിയ ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കായിരുന്നു, എടാ ബർത്ത്ഡേ എൻ്റെ അല്ലേ, നീയാണോ പുതിയ ഡ്രസ്സ് ഇട്ടിരിക്കണേ എന്നുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിവൈൻ കോട്ടയത്ത് നിന്ന് എടുത്തതാണാവോ അതോ ടൗണിൽ നിന്ന് എടുത്തതാണാവോ ഞാൻ ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ദേ രണ്ടാളും തകർത്ത് ജീപ്പിലുള്ള കളിയാണ്. പിന്നെ മൂന്നാമതൊരാളില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനിരിക്കണം അല്ലെങ്കിൽ ചാക്കോച്ചനിരിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി ചാക്കോച്ചൻ വിട്ടുകൊടുക്കുന്നത് തോന്നില്ല. ആൾ അതിൽ ഭയങ്കര സുഖമായിട്ട് ഇന്നലെ നോക്കുമ്പോൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക അതിലിരുന്നിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ ജീപ്പും കൊണ്ട് ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ ഇവിടെ ഇടിയാണ് നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റിമോട്ടിൽ നിന്ന് ഇല്ലാണ്ട് ഉള്ള ഒരു ഇതിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തന്നെ ഓടിച്ച് കളിക്കാം. തോമു ശരിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിലേക്കൊന്ന് പോകണം, പള്ളിയിൽ പോയിട്ട് വരാം. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ശീലമാണത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞിലേ തൊട്ടുള്ള ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മച്ചിയും കാണിച്ചിട്ടുള്ള ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒന്നിട്ടിട്ടൊന്ന് പറയും. ഇത് നമ്മുടെ തോമുവിൻ്റെ റിപ്പബ്ലിക് ഡേയുടെ അന്നത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവൻ ചെയ്തതാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് എന്താ പറയുക, കുഞ്ഞിലേ തൊട്ട് നമുക്ക് അപ്പച്ചനും അമ്മച്ചും എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് ഡ്രസ്സ് എടുക്കും, ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കുക. അന്ന് ഞങ്ങൾ എറണാകുളത്താണ്. അപ്പോൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. പള്ളിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുന്നതോട് കൂടിയിട്ട് അന്നും കേക്ക് കട്ടിങ് ഉണ്ട്. കേക്ക് വാങ്ങിച്ച് അത് കട്ട് ചെയ്ത്, അന്ന് ഈ കൊട്ട കേക്കും സ്പഞ്ച് കേക്കും ഒക്കെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ മനസ്സിലാവും ഈ കൊട്ട കേക്കും സ്പഞ്ച് കേക്കും ഒക്കെ. ഈ കൊട്ട കേക്കും സ്പഞ്ച് കേക്കും വാങ്ങി കുറേ മിഠായി ഉണ്ടാവും. അന്നത്തെ പാരീസ്, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബബിൾ ഗം 15 പൈസ, പാരീസിൻ്റെ മിഠായിക്ക് 5 പൈസ, പിന്നെ അങ്ങനെ 10 പൈസ, അങ്ങനെയുള്ള മിഠായി ഉണ്ട്. എക്ലെയറിന് എനിക്ക് തോന്നുന്നു 25 പൈസയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പണ്ടത്തെ എക്ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അതിങ്ങനെ തുറക്കുമ്പോൾ അതിൽ കാഡ്ബറീസ് ഉണ്ടാവും, ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യുക. നമ്മളുടെ എത്ര പ്രായമുണ്ടോ അത്ര മെഴുകുതിരി വെക്കുക. എന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്തിട്ട് അതിലത്തെ ഒരു പീസും ഈ വാങ്ങിയ സ്വീറ്റ്സും മിഠായികളും ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റും ഈ കൊട്ട കേക്കും കൂടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിൽ, കൊച്ചിയിലായിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ അവിടേക്കൊക്കെ കൊടുക്കുക. അതായിരുന്നു ഞങ്ങളുടെ ഒരു ശീലം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഇന്ന് 58ാമത്തെ വയസ്സായിരുന്നു. ഈ 58 വയസ്സ് വരെ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്ന ശീലങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ എന്താ പറയുക, ഇപ്പോൾ തറവാട്ടിലുള്ള സമയത്താണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്കില്ല, കുട്ടികളുടെ ബർത്ത്ഡേക്ക് 2 അമ്മാമ്മമാരുടെ അടുത്തേക്കും കൊണ്ടുപോകും. നമ്മളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതൊഴിച്ച് വേറെ ആഘോഷങ്ങളോ കാര്യങ്ങളും ഇല്ലല്ലോ. നമ്മൾക്ക് ഈ പ്രായം വരെ ആഘോഷിച്ചില്ല. എന്നിട്ടും ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്കിപ്പോൾ 58 വയസ്സായി, 58 വർഷവും ഒരു പ്രശ്നമില്ലാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതണം കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ നടത്തറ പള്ളിയിൽ നിന്ന് അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കാൻ കാരണം പള്ളിയകത്ത് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. പിന്നെ പള്ളിപ്പെരുന്നാളിന് ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായ ഭംഗി പള്ളിയുടെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ ചാവക്കോട്ടെ സിമിത്തേരിയിൽ വന്നു കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പുതിയൊരു കുഴി 2 ദിവസം മുമ്പ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് വന്ന് കിടക്കുന്നത്. ഈ കല്ലറയമ്മ കണ്ട ഒരു പട്ടി കിടക്കുക. അതെനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. നമ്മൾ കാണാറില്ലേ യജമാനൻ്റെ കല്ലറയുടെ മുകളിൽ കിടക്കുകയെന്ന്. ഇനി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, കാരണം അവനവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി നോക്കിയപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ ഒരു തുമ്പ് വിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറക്കാണ്ടിരിക്കാൻ ഡാഡി കുറച്ച് ഒന്ന് ചൂടാക്കി അതിലൊഴിക്കുക ചെയ്തേട്ടാ. അപ്പോൾ ഒരു ടവൽ എപ്പോഴും ഇവിടെ വെക്കും. അപ്പോൾ ഡാഡി വന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് കറക്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ആ ടവൽ ആ സ്ഥലത്ത് തന്നെ വെക്കും.
അപ്പോൾ നമുക്ക് കൈ പിടിച്ച് കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ മെഴുകുതിരിക്ക് മറ്റേ ലൈറ്റർ എടുത്ത് വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കെസ് ബേബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മരിച്ചവരോട് കുറച്ചുകൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും നമ്മുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മുകളിൽ തമ്പുരാൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ നമ്മളെന്തെങ്കിലും അവരോട് ആവശ്യപ്പെട്ടാൽ അവരെന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കുക തമ്പുരാനെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അത് നടത്തി തരും എന്ന ഒരു വിശ്വാസമാണ്. അപ്പോൾ കുഞ്ഞിലേ തൊട്ടെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പനും അമ്മാമ്മയും അപ്പച്ചൻ്റെ അപ്പനും അമ്മ എന്ന് പറയാം. അവരിങ്ങനെ കുഞ്ഞു കഥകൾ പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഒക്കെ ഇങ്ങനെ ഓരോ കഥകളിലൂടെ. അപ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. അപ്പോൾ തമ്പുരാൻ്റെ അടുത്ത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയോട് അല്ലെങ്കിൽ അപ്പച്ചനോടും അമ്മച്ചിയോടും എനിക്ക് ഇന്ന സംഭവം വേണമെന്ന് പറയുമ്പോൾ അവർ തൊട്ടടുത്ത് തന്നെ തമ്പുരാനുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളത് കുഞ്ഞിലേ തൊട്ട്. അപ്പോൾ അതേ നോക്കി എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ വേണം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ വേഗം നടത്തി തരും എന്നാണ് നമ്മളെ കുഞ്ഞിലേ തൊട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മരിച്ചവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ എന്തോ ഒരു ശീലം. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് എർപ്പായ വല്യപ്പൻ്റെ കല്ലറയാണ് കേട്ടോ. നെല്ലിക്കുന്ന് അമ്മയുടെ അവിടെ നിന്ന് ഞാൻ നേരെ വല്യപ്പൻ്റെ അവിടേക്ക് വന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഈ ബർത്ത്ഡേയിലേക്ക് ഒരു ചെറിയ പങ്ക് വല്യപ്പനുണ്ട്. കാരണം കൊച്ചിയിലായിരിക്കുമ്പോൾ 8ാം ക്ലാസ് വരെ ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും വല്യപ്പൻ വരും, എന്നെ പുറത്ത് കൊണ്ടുപോകും, എനിക്ക് എന്തെങ്കിലും മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ വല്യപ്പൻ്റെ കല്ലറ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തൊട്ടപ്പുറത്ത് ടോണിയേട്ടനും ഉണ്ട്. ടോണിയേട്ടൻ എന്ന് പറഞ്ഞാൽ വല്യപ്പൻ്റെ പെങ്ങളുടെ മോനാണ്. ടോണിയേട്ടനും അത് ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു പങ്കുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അവരോടും എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ നെല്ലുകുന്ന് പള്ളിയുടെ ലൈറ്റുകൾ അഴിച്ചുകൊണ്ടിരിക്കണു. പിന്നെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നില അഴിക്കാൻ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കറിപ്പന്തൽ വഴിയാണ് പോയത് കേട്ടോ. അപ്പോൾ കറിപ്പന്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം, തട്ടുകട. അവിടെ ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടെ, ഉഷാറില്ലാണ്ടൊക്കെ കിടക്കണം. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ സജീവമാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ കുറേ നാളെ ഈ വഴിക്ക് രാത്രി വന്നിട്ട് ഒന്ന് പോകണം. അവിടെയാണല്ലോ സൂപ്പും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുള്ള സ്ഥലം. അങ്ങനെ അവിടുന്ന് പിന്നെ ഞാൻ പോയത് ചേച്ചിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡാഡിക്ക് അപ്പനില്ലേന്ന്. അപ്പനുണ്ട്, പക്ഷേ എനിക്ക് അപ്പനെ കണ്ടതായിട്ടും ഓർമ്മയില്ല. അപ്പൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അപ്പൻ സമ്മതിച്ചിരുന്നില്ല അത്ര. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ കുർബാന ചെല്ലിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അപ്പന് വേണ്ടി ഒക്കെ ചെയ്യുമെങ്കിലും എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്താണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും അമ്മ ചേച്ചി എന്ന് മാത്രം ഞാൻ പറയണത് കേട്ടോ. പക്ഷെ അപ്പന് വലിയൊരു സ്ഥാനം ഞാൻ കല്യാണം കഴിഞ്ഞ അപ്പം തൊട്ട് എൻ്റെ അമ്മച്ചി എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മളുടെ അപ്പൻ അമ്മ കാരണന്മാരാരാണോ മരിച്ചിട്ടുള്ളത് അവർക്ക് എല്ലാ മാസവും മുടങ്ങാണ്ട് കുർബാന ചൊല്ലിക്കണം, അവർക്ക് വേണ്ടി എന്നും മരിച്ച വിശ്വാസികളുടെ ചെല്ലണം. ഇതൊക്കെ അന്ന് തൊട്ടേ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇന്നും ഞാനും തുടരുന്നു, എൻ്റെ മക്കളോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ മരിയാപുരം പള്ളി, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സെക്കൻഡ് ഗേറ്റിലാണ് എൻ്റെ അമ്മച്ചിയും 2 ചേച്ചിമാരും താമസിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇന്ന് മനസ്സമ്മതമാണോ കല്യാണമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കാഴ്ചവെപ്പ് കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കാഴ്ചവെപ്പ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെയുള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് മെഴുകുതിരിയും സംഭവമൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ നെല്ലുകുന്ന് പള്ളിയിൽ പോയി മെഴുകുതിരി എത്തിക്കാൻ നോക്കി, മെഴുകുതിരി കത്തിയില്ല കേട്ടോ. അതുപോലെ നടത്തറ പള്ളിയിൽ ചന്ദനത്തിരി കത്തി, മെഴുകുതിരി കത്തിയില്ല. അങ്ങനെ ഞങ്ങളിത് സ്വർഗ്ഗവാതിൽ പർദീസ, ഇതാണ് നമ്മുടെ മരിയാപുരം പള്ളിയുടെ ശവക്കോട്ട സിംതേരി. എനിക്ക് എനിക്ക് എന്താ പറയുക, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഭയങ്കര അടുക്കും ചിട്ടയും വൃത്തിയും. എനിക്കറിയില്ല, എന്തോ ഒരു എൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം. എൻ്റെ അമ്മച്ചിയും ചേച്ചിയും മാത്രമല്ല കേട്ടോ, അമ്മച്ചിയുടെ ആങ്ങള പൊറിഞ്ഞുടിച്ചിട്ടുണ്ട്, ഇറ്റാനും വല്യമ്മയുണ്ട്, അങ്ങനെ കുറേ പേര് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഈ ഒരു പള്ളിയോടൊരു ഇഷ്ടം കുറച്ച് കൂടുതലാട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റായിട്ടാണ്. ഇപ്പോൾ നവംബർ 14 വേണ്ടി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഇനി പെരുന്നാളാണ് ഈ ആഴ്ച, അതിന് വേണ്ടി ഒന്നും കൂടി പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചേച്ചി ഇതേ 1962 മരിച്ചിട്ടുള്ളത്. ശരിക്കും 56ാമത്തെ വയസ്സിലാണ് ചേച്ചി പോയത്. ഇവിടെ ഡാഡി 61 അപ്പോൾ ശരിക്ക് 62 വയസ്സാണ് ഇപ്പോൾ ഉണ്ടാവുക.
അപ്പോൾ ഇപ്പോൾ എനിക്ക് 58 വയസ്സ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും വളരെ ചെറുപ്പത്തിലാണല്ലോ ചേച്ചി പോയത് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു തമ്പുരാൻ ഏറ്റവും ഇഷ്ടമുള്ളവരെ ആദ്യം കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതായിരിക്കാം ചേച്ചീനെ. അല്ലെങ്കിൽ ഇത് ഇത്രയും ചെറുപ്രായം എന്ന് പറയുമ്പോൾ അപ്പച്ചനായാലും അമ്മച്ചിയായാലും കുറച്ചധികം നാളുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും മെഴുകുതിരി കത്തിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഡാഡിക്ക് ചന്ദനത്തിരി വെക്കാനായിട്ട് മുട്ടിയിട്ട് വയ്യായിരുന്നു. കാരണം അത് മറ്റേ നമ്മൾ ഓൺലൈനിൽ കൊണ്ടുവന്ന സാധനം ബോക്സ് അടക്കം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെക്കാനുള്ള ഒരു സൗകര്യം അവിടെ കണ്ടില്ല. അപ്പം മെഴുകുതിരി മാത്രം അവിടെ വെച്ച് ഇനി ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കത്തിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം കത്തിക്കാൻ നോക്കി, പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞങ്ങൾ മടങ്ങി. അപ്പോൾ എന്താ പറയുക, ചേച്ചിയോടും പറഞ്ഞു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറുപ്പത്തിലേ തൊട്ട് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും ഒരു കൊല്ലം എനിക്ക് തോന്നുന്നു ചേച്ചി തയ്ച്ച സ്കേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, അംബ്രല കട്ടിങ്ങിൻ്റെ സ്കേർട്ട്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ടോപ്പ് എടുത്തിട്ട് സ്കേർട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പച്ചൻ അന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ തുണികളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അന്നൊക്കെ അങ്ങനെയാണല്ലോ. എന്നിട്ട് നമ്മൾ പാറ്റേൺ അനുസരിച്ച് ഒരു ഹൈ റോട്ടിൽ കുഞ്ഞുപുറം ചേട്ടനുണ്ട്, അവിടെ നിന്ന് തയ്ച്ചിട്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മ, ഒരു ബ്ലൂ ചെക്ക്. അപ്പോൾ എനിക്ക് ഇതൊക്കെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഓർക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റൈലിട്ട് പോയ ഒരു ദിവസമായിരുന്നു അത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗേറ്റ്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ലത്തീംപള്ളിയിൽ പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 58 മെഴുകുതിരി കത്തിക്കണം. ഞാൻ ഈ മരിയപുരം പള്ളിയിൽ നോക്കിയിട്ടും കത്തിക്കാൻ പറ്റിയില്ല, കാറ്റുകൊണ്ട് കത്തിയില്ല. അപ്പോൾ ഞാൻ ലത്തീംപള്ളിയിൽ പോയിട്ട് അവിടെ എന്തായാലും തോണിസ്പിന്നാളുടെ മുമ്പിൽ അവിടെ കത്തിക്കാൻ പറ്റും, അവിടെ ഡ്രസ്സ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഡിവൈൻ പറഞ്ഞത് 11 മണിയാകുമ്പോൾ ഡിവൈൻ്റെ ബ്രദർ വരും, എഡിസൺ വരും. അപ്പോൾ അതുകൊണ്ട് മമ്മി വരില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി വരാം. അപ്പോൾ ഞാൻ വേറെ എവിടെയും പോയില്ല, കാരണം ഓൾറെഡി 10:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു അവർ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ലേറ്റ് ആവുന്നത് ഭയങ്കര മോശമല്ല, അവരൊരു പോകുന്ന വഴിക്ക് കയറുന്നതാണ്. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഡാഡിയും എവിടെ ഇറങ്ങിയില്ല കേട്ടോ. നേരെ വീട്ടിൽ വന്നപ്പോൾ ശരിക്കും 10:50 ഒക്കെ തന്നെയായി. സംഭവം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയ വഴിക്ക് ഞാൻ വേഗം ഡ്രസ്സ് മാറുമ്പോൾ ഡിവൈൻ എന്നോട് ചോദിച്ചു ഡ്രസ്സ് ഇപ്പം മാറണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാറട്ടെ മോളെ, എന്തിനാ വെറുതെ ഇതിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോയിട്ടോ. അപ്പോഴും ഡിവൈൻ എന്നോട് ചോദിച്ചെങ്കിലും എനിക്കൊരു സംശയവും തോന്നിയില്ല. ഇന്നലെ ഉണ്ടായ പോലെ തന്നെ എനിക്കൊരു സംശയവും തോന്നിയില്ല. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുരിശുപള്ളിയൊക്കെ അലങ്കരിച്ച് തുടങ്ങിയിട്ട്, പെരുന്നാളല്ലേ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മുഴുവൻ ലൈറ്റ് ഇട്ടിട്ട് കേട്ടോ. കാണിക്കാം ഞാൻ ഓരോ ദിവസവും പ്രത്യേകതകൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനോ ഡിവൈനോ ഡിംപിൾ എനിക്ക് തോന്നുന്നില്ല, ഡിംപിൾ എങ്ങനെയാണെന്നറിയില്ല, ഇന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ റോണി വന്നിട്ടുണ്ട്. അപ്പോൾ ആഷിക്ക് ഏകദേശം ഡേറ്റുകൾ ഇതേ അടുത്ത് തുടങ്ങി. അപ്പോൾ അവിടെ നിൽക്കുകയാണോ അതോ വരികയാണോ ഒന്നും എനിക്കറിയില്ല, കാരണം കുട്ടിയായിട്ട് അവിടെ ആരും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണോ ഒന്നും അറിയില്ല. വരുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾക്കറിയാമല്ലോ, വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും, അല്ലെങ്കിൽ ഡിംപിൾ തന്നെ പറയും. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ് എഡിസൻ്റെ വണ്ടി വന്നിട്ടൊന്നുമില്ലല്ലോ എന്ന്. അപ്പം നോക്കിയപ്പോൾ വണ്ടിയൊന്നും വന്നിട്ടില്ല. ഡിവൈനും കൊച്ചും ഞങ്ങൾ പോകുമ്പോൾ ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കുന്നുണ്ട്, കാരണം അവനിപ്പോൾ ഫുൾ ടൈം മുറ്റത്തിരുന്ന് കളിക്കില്ല, അവൻ്റെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാ ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ ഇതാ എന്നെ കാണിക്കാൻ വേണ്ടി പത്രാസിൽ കാണിക്കണം ഓരോ കാര്യങ്ങൾ, കാലി കയറ്റി വെക്കില്ല. ഇപ്പോൾ അവൻ്റെ മെയിൻ സംഭവമാണ് ഈ വണ്ടികൾ. തോമുവിൻ്റെ അത്ര ഭ്രാന്തൊന്നുമില്ല, എങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നാണ്. അപ്പോൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറിയിട്ട് വരാം, വെറുതെ എന്തിനാ മുഷിക്കണേ. അപ്പോൾ പുതിയ ചുരിദാറാണ് കേട്ടോ ഞാൻ ഇട്ടത്. പറഞ്ഞോണം ഞങ്ങൾ ചെറുപ്പത്തിലേ അപ്പച്ചനും അമ്മച്ചിയും ശീലിപ്പിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും പുതിയത് ഇടുക എന്നുള്ളത്. ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് ഇടണം എന്നാണ്. അങ്ങനെ ദേ ഞാൻ നോക്കിയപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, രേവ ഗിഫ്റ്റും കൊണ്ടുവരണ്ടായിരുന്നു, അല്ലാണ്ട് എഡിസനൊന്നും അല്ല എന്നോട് നുണ പറഞ്ഞതാണ് ഡിവൈൻ. അപ്പോൾ ദേ എഡിസന് പകരം വന്നത് രേവയാണ്. രേവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഞാൻ ദേ ഇട്ടിട്ടുള്ള നൈറ്റിയും പുതിയതാട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ പുതിയത് ഡിംപിൾ എടുത്തുകൊണ്ടുവന്ന നൈറ്റിയാണ്, ഇപ്പോഴല്ല കുറേ മുമ്പ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ എപ്പോഴും ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂട്ടം എടുത്തു വയ്ക്കും പുതിയതായിട്ട്, ഒന്നെങ്കിൽ ചെരുപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ എടുത്തു വയ്ക്കും. ബർത്ത്ഡേയുടെ അന്ന് വീട്ടിലായാലും ഇടാൻ പുറത്തേക്ക് ആയാലും ഇടാനായിട്ട് എന്തെങ്കിലും ഞാൻ, അത് കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ശീലമാട്ടോ, കുട്ടികൾക്കും ഞാനത് ശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ദേ രേവയാണ് വന്നത്. അങ്ങനെ രേവയുടെ കയ്യിൽ നിന്ന് ഞാൻ ഗിഫ്റ്റ് തൈ വാങ്ങി. അതായത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഗ്രൂപ്പിലെ കുട്ടികൾ, അവർ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് രേവേനെ കൊണ്ട് ചെയ്യിച്ചത്. രേവ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറാണ് കേട്ടോ. രേവ എന്താ പറയുക, ഒരു കേക്ക്
സ്ഥിരം നമുക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രേവയുടെ കേക്ക്. ഇപ്പോൾ 2 ദിവസം മുമ്പ് തോമു താങ്ക് യു രേവ ആൻറ്റി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഡിവൈനോട് ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈനും ഗ്രൂപ്പിലെ പിള്ളേരും കൂടിയിട്ടാണ്. അപ്പോൾ എന്നോട് ഡ്രസ്സ് മാറാത്തതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പോൾ രേവ പറഞ്ഞു ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ആൻറ്റി, കുട്ടികളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും എന്താ പറയുക ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കാത്രേ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ ഗ്രൂപ്പ് ചാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കുറിച്ചൊന്നും വലിയ പിടിപാടുമില്ല. അപ്പോൾ അതേ നോക്കി എൻ്റെ ഒരു ഫോട്ടോ നല്ല രസമുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ ഒരെണ്ണം മുമ്പ് ഡിമ്പിളിന് ക്ലിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷോക്കേസിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാൻ പറയായിരുന്നു ഓരോ ദിവസവും എനിക്ക് ഇന്നായിരിക്കും ഏറ്റവും നല്ല ഗിഫ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ പിറ്റേ ദിവസം അതിനേക്കാളും നല്ലത് ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ 4 പേരക്കുട്ടികളുടെ ആ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. കാരണം ഞങ്ങൾ പലവട്ടം ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പലരോടും ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, ഒരു മാലാഖയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് അവരോട് വീണ്ടും വേണം എന്ന് പറയാനായിട്ടൊരു വിഷമം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചോദ്യം ഉത്തരം ഇല്ലാണ്ട് ഇതുപോലൊരു സംഭവം തന്നത്. ഭയങ്കര ഡിവൈനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫ്രെയിമാണത്. അപ്പോൾ എന്തോ കുട്ടികൾ എപ്പോഴെങ്കിലും ഇനി എൻ്റെ വായെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് എന്തോ എനിക്കറിയില്ല, നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ മാത്രമാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ രേവാൻറ്റിക്ക് ഹുമ്മൊക്കെ കൊടുത്ത് രേവാൻറ്റിയുടെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഈ വർത്താനം പറയണതിൻ്റെ ഇടയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ രേവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ മറന്നുപോയി. കാരണം സാധാരണ വന്ന വഴിക്ക് ഡിവൈനാണ് ഓടുക. ഇതിപ്പോൾ ഡിവൈനും രേവയും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞ് ഞാനത് കേട്ട് നിന്ന് ഞാനത് മറന്നു വെള്ളം കൊടുക്കാൻ. ആൾ ഗേറ്റിൻ്റെ അവിടം വരെ എത്തിയപ്പോഴാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് രേവയെ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ചായ ഒന്നും കുടിച്ചില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ കുറേ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു പറ്റില്ല, വന്നിട്ട് കുടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇന്നലെ നറുനീണ്ടിയുടെ ജ്യൂസ് കൊണ്ടുവന്നില്ലേ അതാണ് ഞാൻ എടുത്തത് കേട്ടോ. രേവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ രേവ എൻ്റെ കയ്യിൽ നിന്ന് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റും. അപ്പോൾ രേവയും പറയണത് കളർ ഇങ്ങനെയല്ല, വേറൊരു കളറാണ് ഞങ്ങളൊക്കെ വാങ്ങിയത്, ഒരു തരം കുത്തുണ്ട്, ഇതിനതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സാധനമാണ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊറിയർ നമുക്ക് ദൂരെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കൊറിയർ ചാർജ് അതനുസരിച്ച് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും പിന്നാക്കം വയ്ക്കും. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഡിവൈനും പറയുന്നുണ്ട് കോട്ടയത്തേക്ക് 2 ബോട്ടിൽ വാങ്ങി അമ്മയ്ക്ക് കൊടുത്താൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേനൽക്കാലമാണ്. അപ്പോൾ ഇത് എല്ലാത്തിലും യൂസ് ചെയ്യും. നല്ല എന്താ പറയുക ശരിക്ക് പഞ്ചസാരയുടെ സിറപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്ര നല്ല ഒരു തുണ്ട് ഒഴിക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും 2-3 ഡിഷ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതെ ഞങ്ങൾ ഫ്രെയിം എടുത്ത് നോക്കി. ഞാൻ ഓരോന്നും എടുത്ത് നോക്കുകയാണ് എന്താണ് ഏതാണെന്നുള്ളത്. കുട്ടികളോട് പറയാൻ വേണ്ടേ, അവരാണെന്ന് ഇതൊക്കെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അവരും കണ്ടിട്ടില്ല ഇതൊക്കെ എന്താണെന്നുള്ളത്. അവരിങ്ങനെ രേവോട് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞെങ്കിലും അവരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ അങ്കിളിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാനായിട്ട് കുട്ടികൾ മറന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്കിളിന് ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാതുകൊണ്ട് അങ്കിളിനെ വഷളാക്കി തുടങ്ങി. കാരണം അങ്കിളിന് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഞാനിതിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്കിൾ മാത്രമല്ല കേട്ടോ, ഡോണും കണക്ക് കഴിഞ്ഞാൽ അവർ 2 പേരാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആൾക്കാർ. തോമു നട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. പാച്ചും ഡിമ്പിളും ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെയാണ്. ചാക്കോച്ചൻ പിന്നെ അങ്ങനെ കഴിക്കാറായിട്ടില്ലല്ലോ. ഞാനും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നല്ലാണ്ട് എനിക്കും അങ്ങനെ ഉണ്ട്. ഡോണും ഡാഡിയുമാണ് ഇതിൻ്റെ ആൾക്കാർ. അങ്ങനെ അതിലെഴുതിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഒരു പ്ലാന്റും കൂടി കൊണ്ടുവന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് കറക്റ്റ് ഡിവൈൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. ഡിവൈൻ നാളെ വീഡിയോയിൽ ഇടാണ്ടിരിക്കില്ല. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ ഡിവൈൻ കംപ്ലീറ്റ് എടുത്ത് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ വീഡിയോയിലും ചിലപ്പോൾ വരും. അപ്പോൾ ഇത് നമ്മളുടെ ശ്രീലക്ഷ്മി നമ്മളുടെ ഗ്രൂപ്പിലെ അങ്ങനെയാണ് ആ കൊണ്ടുവന്നവർ പറഞ്ഞത്. കൊറിയർ ഓഫീസിൽ നിന്ന് അവർ കൊണ്ടുവരുമ്പോൾ ശ്രീലക്ഷ്മി തന്നയച്ചതാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ എനിക്ക് പേരൊന്നും അറിയില്ല, എനിക്കത് വിശദമായി ചോദിച്ചറിയണം. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് നമ്മളുടെ എന്താ പറയുക ഷോക്കേസ് ഉണ്ടല്ലോ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചു. കാരണം എനിക്ക് എന്നും ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെടിയായാലും ഫ്രെയിമായാലും ഒക്കെ വെച്ചു. എൻ്റെ ഫ്രെയിം എവിടെ വെക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സുരക്ഷിതമായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കി വെക്കാവുന്ന സംഭവങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെച്ചു കേട്ടോ. കുങ്കുമച്ചെപ്പ് മാറ്റി വെച്ചു, മറ്റേ ഇത് മാറ്റി വെച്ചു,
മിഠായി ഒരു ബോക്സിലാക്കി വെച്ചു. ഒക്കെ ആക്കി പെട്ടെന്ന് അങ്ങോട്ട് ഡൈനിങ് ടേബിൾ കാലിയാക്കി. അപ്പോൾ ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. സാധാരണ നിങ്ങൾക്കറിയാലോ അങ്ങനെയാണ് പോവാറ്. ഒന്നാമത് ഡിമ്പിളില്ല, രണ്ടാമത് ഇനി ചാക്കോച്ചനെ അക്കീരവിടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ രേവയൊക്കെ വന്നപ്പോൾ 11:30ആയി. പിന്നെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം സമയമായി. ഇനി പോയിട്ട് വരാനുള്ള നേരമില്ല. പിന്നെ തോമൂനിയും കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ അധികം പോകാറില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോൺ വിളിച്ച് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തു തോന്നുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ചോറും കറികളൊക്കെ ഇന്നലെ അക്കിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രിയിൽ സാധാരണ രാത്രിയാണ് നമ്മളെപ്പോഴും ആഘോഷിക്കാറ്. കാരണം പണ്ട് തൊട്ടേ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ രാത്രിയിലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ രാത്രി നമുക്ക് അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും വൈകിട്ട് പള്ളിയിലേക്ക് ഒന്നും കൂടി പോകണമെങ്കിൽ എനിക്ക് മെഴുകുതിരി കത്തിച്ചില്ലെങ്കിൽ എനിക്കത് വലിയൊരു മനസ്സമാധാനക്കുറവാണ്. അപ്പോൾ എനിക്കത് എന്ത് തന്നെയായാലും കത്തിക്കണം എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞങ്ങളിതേ ഇതൊക്കെ സ്ഥാനങ്ങളിൽ വെച്ച് ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു. ചോറ് ഓവനിൽ വെച്ചാൽ മതിയായിരുന്നു. കാരണം തിളപ്പിച്ചൂറ്റി നല്ല രീതിയിൽ കൊണ്ടുവന്ന ചോറായിരുന്നു. അപ്പോൾ അത് നേരെ ഓവനിൽ വെച്ച് ചൂടാക്കി. ചോറുണ്ട്, മീൻകറിയുണ്ട്, ചിക്കനുണ്ട്, പിന്നെ എന്തിട്ടോ ഒരു കൂട്ടം കൂടി ഉണ്ടായിരുന്നല്ലോ, അച്ചാർ, മറ്റേ പൈനാപ്പിൾ വിനാഗിരി അച്ചാർ, സൂപ്പർ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ അവരുടെ പിന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുക്കളയിലത്തെ കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ തലേ ദിവസം ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു ഇന്നൊന്നും ചെയ്യണ്ട, പുറത്തുനിന്ന് ആവാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് രാത്രി മതി, എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, വെറുതെ വേസ്റ്റാവും. നല്ല കറികളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ മാലാഖക്കുട്ടിയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാലാഖക്കുട്ടിക്ക് പകരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുരുക്കഴിക്കുന്ന മാതാവ് കഴിഞ്ഞ ഒരു കെൻഡ്രിക്ക് എന്ന് പറഞ്ഞിട്ട് കെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പാവേനെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അവനാണ് കെസ്റ്റർ എന്നാണ്. അപ്പോൾ വേറെ മാലാഖയൊന്നും അവിടെ ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പാതിര എന്നല്ല പുലർച്ചെയാണ് കിടന്നുറങ്ങിയത്. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയും അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായിട്ട് ഇന്നലെ കിടന്നുറങ്ങിയത്. കണ്ടമാനം പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അയച്ചിട്ട് ഞാൻ മറുപടി പറയാണ്ടിരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ സാഹചര്യം വേണം. ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പഴയ മെസ്സേജുകൾ ഇന്ന് വിഷ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മുമ്പത്തെ, അതായത് ആരെങ്കിലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇടാണ്ടിരുന്ന ദിവസത്തിലെ മെസ്സേജുകൾ മൊത്തം ഞാൻ ഇന്നാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന കാര്യങ്ങളാട്ടോ. എൻ്റെ പേരിൽ മറ്റേ അമ്പലത്തിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുക, എനിക്ക് വഴിപാട് നേരുക അങ്ങനെയൊക്കെ ചെയ്തവരും ഉണ്ട്. അപ്പോൾ അവർ എനിക്ക് കാണിച്ചു തന്നപ്പോൾ അത് ഇതിൽ വന്ന് പെട്ടതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം. നമുക്ക് വേണ്ടിയിട്ട് കുറേ മക്കൾ, അമ്മ അല്ലെങ്കിൽ ആൻറ്റി, ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ സുഖവിവരങ്ങളൊക്കെ അറിയാനും ഇത്രയും പേര് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. അപ്പോൾ എന്താ പറയുക ഒരു സമയത്ത് ആരുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ചുറ്റും എവിടെ തിരിഞ്ഞാലും ആൻറ്റി അല്ലേ ചേച്ചിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരും വരുമ്പോണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് ആരോ ഇതുപോലെ ഇടയിൽ എനിക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്, വിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ കൂടാണ്ട് ഇന്ന് കണ്ടമാനം വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാനതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കും അത് ബോറടിക്കും. പിന്നെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ ഗ്രൂപ്പിലത്തെ സിൽജിനയുടെ മോളാണ് കേട്ടോ. ആ മോള് ഈ പറഞ്ഞ പോലെ ഇന്നലെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടികളല്ലേ ആ സമയത്ത് സമ്മതിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ സമ്മതിച്ചപ്പോൾ എനിക്ക് വേണ്ടി അയച്ചു തന്നതാണ് കേട്ടോ. അവിടെ ഇടയ്ക്കുണ്ട് പാത്തു, ഇടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ ഓരോ പാട്ടും ഡാൻസും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ളൊരു മോളാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പരിയപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഇരിക്കുക, ഒന്നും എനിക്ക് ഒതുക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുള്ള് വിഷ് ചെയ്തവർക്കുള്ള മറുപടി കൊടുക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡോണിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് സുരേന്ദ്രൻ ചേട്ടൻ. മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആളെങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മുടെ വീട്ടിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന്, ഞാൻ പറഞ്ഞില്ലേ ഒരു കാലത്ത് ആരുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എല്ലാം ആയിട്ട് എന്ത് കുറവുണ്ടെങ്കിലും അത് ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവൈൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടറിയാം, ആ ഓരോ മാസവും എന്താ പറയുക, അവസാന മാസം വയറ് കാണാൻ വരണ പോലെ ചടങ്ങ് ചെയ്യുക. അങ്ങനെ ഒരു കാർന്നവരുടെ സ്ഥാനത്ത് എനിക്കിപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളതിന്, പിന്നെ LIC, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടനും ചേച്ചിയും കാറിൽ ഡോക്ടറെ അടുത്ത് പോവാം. അപ്പം എന്നോട് ചോദിച്ചത് എന്താ പതിവില്ലാണ്ട് ഈ നേരത്ത്. ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു നിമിത്തം പോലെ, അല്ലെങ്കിൽ അറിയില്ല, രാത്രിയിലാവും അറിയുക. അപ്പോൾ ആൾ മിണ്ടാണ്ട് പോയി. പക്ഷേ വൈകുന്നേരമായപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റും കൊണ്ട് വന്നതാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പറയുന്ന പോലെ ചില സമയത്ത് നമ്മളുടെ ബന്ധങ്ങൾ രക്തബന്ധം ആവില്ല, ചിലപ്പോൾ നമുക്ക് സ്നേഹബന്ധമാവും ചിലപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അത് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഫാമിലീനെ കണ്ടിട്ടുണ്ടാവും, ഉണ്ണിമായ ബേസിലൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോകുമ്പോൾ, സുരേന്ദ്രൻ ചേട്ടൻ പോകുമ്പോൾ പാച്ചു കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവരെ യാത്രയാക്കിയിട്ട് തിരിച്ച് വന്നപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു 8 മണിയൊക്കെ ആവാറായിട്ട്, പക്ഷേ ഡോൺ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഡോൺ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചേട്ടൻ വന്നു പോയിട്ട്, പിന്നെ ആൾ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഡിവൈനായാലും ഡിംപിളായാലും എല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം, അതായത് പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ വിളിക്കുക. ബേസിലിൻ്റെ അച്ഛൻ, ഉണ്ണിമായയുടെ അച്ഛനാണ്, പക്ഷേ ഞങ്ങൾ വിളിക്കുക ബേസിലിൻ്റെ അച്ഛൻ എന്ന് പറയും. ബേസിലിൻ്റെ അച്ഛനെ വിളിക്കുക എന്ന് പറയും. വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ഭയങ്കര ഒരു, നമ്മൾ പറയില്ലേ, നമുക്ക് എന്തിനും എപ്പോൾ വിളിപ്പുറത്തുള്ള ഒരാളാണ് കേട്ടോ സുരേന്ദ്രൻ ചേട്ടൻ. അങ്ങനെ ചാക്കോച്ചൻ അവിടെ ഓടി വന്ന് എടുക്കാൻ പറയാം ഡാഡിയോട്. ഇതാണ് ഇവൻ്റെ അങ്കട്ടോ, എടുക്കാൻ പറയും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഇറങ്ങിയിട്ട് പിന്നെ വീണ്ടും എടുക്കാൻ പറയും. അവനൊരു സന്തോഷമാണത്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചേട്ടൻ അനിയന് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ അനിയനും ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനും തിരിച്ച്, എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഹോട്ട് ഓവനിൽ നിന്നാണ് ചേട്ടൻ ഒക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഡിവൈൻ പറഞ്ഞു എന്തായാലും പൊട്ടിക്കാം, എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുക്കീസാണ് കേട്ടോ. അപ്പോൾ കുക്കീസ് പറഞ്ഞാൽ പാച്ചുവിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും കുക്കീസ്, ഈ ബോക്സ് ഇവിടെ ഇങ്ങനെ നിറച്ച് ഒന്നൊന്നായിട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ നെസ്റ്റോ എന്നാണ് അധിക ഭാഗം വാങ്ങിയത്. പിന്നെ ലത വരുമ്പോൾ കൊണ്ടുവന്നിരുന്നത് ഇതിലാണ്, അതായത് ചിക്കി, മറ്റ് പലതരം മിഠായികൾ, കപ്പലണ്ടി മിഠായി, മിഠായി എള്ളുണ്ട, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇപ്പോൾ വരുന്നതാണ് ഇങ്ങനത്തെ ബോട്ടിലിൽ കേട്ടോ. അപ്പോഴേക്കും ഡോൺ വന്നു. ഇപ്പോൾ ഡോണിന് ചായയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ മെഴുകുതിരി കത്തിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ 58 മെഴുകുതിരിക്ക് പകരം നമുക്ക് 58 മെഴുകുതിരി എന്ന് പറഞ്ഞാൽ കുഞ്ഞു മെഴുകുതിരി ആണെങ്കിൽ ഞാൻ 36 വരെ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5ഉം ഒരു 8ഉം, അപ്പോൾ 13 എണ്ണമാണ്. പക്ഷേ എടുക്കുക, ഒരു 5 എണ്ണം കത്തിക്കും, കുറച്ച് അകലം വെച്ചിട്ട് ബാക്കി 8 എണ്ണം, അങ്ങനെ 58 എണ്ണം. പക്ഷേ ഇന്നും ഈ പറഞ്ഞ പോലെ അവിടെ, അപ്പോൾ ഞാനും പിള്ളേർസും കൂടിയിട്ട് പോയത്. ഡോണാണ് എന്നെ കൊണ്ടുപോയത്. ഡാഡിക്ക് അവിടെ മാച്ചാണ്. അപ്പോൾ വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ, ഡൗൺ ഉണ്ടല്ലോ. അപ്പോൾ ഡൗൺ എടുത്ത ഫോട്ടോസാണ് അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് കേട്ടോ. കേക്ക് കട്ടിങ്ങിന് മുമ്പായിട്ട് ഞാൻ ഡ്രസ്സ് മാറി വന്നപ്പോൾ എന്നാൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിലേക്ക് പോയി. അവിടെ നിന്ന് എന്താ പറയുക, മെഴുതിരിയുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതൊന്നിച്ച് പിടിച്ച് കത്തിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കെടുത്തിയിട്ട് അവിടെ വെച്ചു, ഉള്ളിലേക്ക് വെച്ചു ഞാൻ മെഴുതിരി. അപ്പോൾ നാളെ അവർ വരുമ്പോൾ ആരെങ്കിലും കത്തിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഡിവൈൻ നമ്മുടെ ക്രിസ്മസിൻ്റെ തോരണം കാര്യങ്ങളൊക്കെ ഇടാം ബർത്ത്ഡേക്ക്. അപ്പോൾ എനിക്ക് ഡിംപിളിനെയാണ് ശരിക്കും ഓർമ്മ വന്നത്. ഡിംപിളാണ് ഇതിനെ മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ രേവയുടെ കേക്കാണ്. നമ്മളുടെ എനിക്കിവിടെ ബിസ്കഫയാന്ന് തോന്നുന്നുണ്ട്, ഞാൻ ചോദിച്ചില്ല കേട്ടോ. അത് ഞാനൊരു തുണ്ട കഴിച്ചുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ. പേടി അതും ഇതൊക്കെ തിന്നപ്പോഴേ എല്ലാം കൂടി ചെല്ലണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ഇനിയിപ്പോൾ കഴിക്കാമല്ലോ, ഫ്രിഡ്ജിൽ സാധനം ഇരിക്കുന്നുണ്ട്. അങ്ങനെ അരങ്ങും കാര്യങ്ങളൊക്കെ ഒരുങ്ങി ബലൂണും ഒക്കെ ഇട്ടു. അപ്പോൾ കിടാങ്ങൾക്കൊരു രസമാണ്. അപ്പോൾ തോമു പറഞ്ഞു ഇന്ന് ഞാൻ കേക്ക് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ കേക്ക് കട്ട് ചെയ്യാത്തതിൻ്റെ ക്ഷീണം ഇന്നത്തെ ദിവസം അവൻ വന്നപ്പോഴേക്കും പറഞ്ഞു ഞാൻ കേക്ക് കട്ട് ചെയ്യും, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, ഇനി മാർച്ചിൽ ഡിംപിളിൻ്റെ ഓച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്, ഇനി കുട്ടൻ്റെ ബർത്ത്ഡേ നെക്സ്റ്റ് ഇയറാണ് വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് കേക്ക് മുറിക്കണ്ടേ, കേക്ക് കട്ട് ചെയ്യണ്ടേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മാമ്മയുടെ കേക്ക് എൻ്റെ മോന് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും തോമുട്ടനും കൂടിയിട്ടാണ് എന്താ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ.
അപ്പം ഞങ്ങൾ ആ ചെടി ഞാൻ ആദ്യം ഒരു വശത്ത് വെച്ചു, അങ്ങനെ പലയിടത്തും വെച്ച് അവസാനം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ മൂലയിലാണ് കേട്ടോ. അപ്പം വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, നല്ലൊരു സ്ഥലം, കയറി വരുമ്പോഴേക്കും കാണാനും അതിനൊരു സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. മറ്റ് മുക്കുകളിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആകെ വളഞ്ഞിരിക്കുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിവൈൻ്റെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, സുരേന്ദ്രൻ ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താണെന്നൊന്ന് നോക്ക്, കുട്ടികൾക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതും തുറന്ന് നോക്കി. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു കേട്ടോ. കാരണം നമ്മൾ വെറുതെ കുട്ടികളുള്ളതാണ്, അവർ കേക്കും അതും ഇതൊക്കെ ആക്കി ഡ്രസ്സിലാക്കി കഴിഞ്ഞാൽ വെറുതെ എന്തിനാ. അപ്പോൾ ഞാൻ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയാൽ ആദ്യം പോയി ഡ്രസ്സ് മാറിയിട്ട് ഓടി കുട്ടികൾ എടുക്കുക തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ തോമുന് ഇൻട്രസ്റ്റായി എന്താണെന്ന് നോക്കാനായിട്ട്. അവൻ ഞാൻ പറയാറില്ലേ, അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും തിന്നാറില്ല, പക്ഷെ ഇഷ്ടമുള്ളത് മൂപ്പര് കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യം കേട്ടോ, അല്ലാത്തത് തൊടില്ല മൂപ്പര്. അങ്ങനെ ഡോണിനോട് ഞാൻ പറഞ്ഞു ഒരു കത്തി എടുത്ത് കൊണ്ടുവരാം, കാരണം എനിക്ക് ഒറ്റ കൈ കൊണ്ട് പറ്റില്ല. ഒരു കയ്യിൽ ചാക്കോച്ചൻ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് അടുത്തതെന്ന്. അങ്ങനെ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് കാണുന്നു നല്ല മൈസൂർ പാക്ക്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അച്ഛൻ എന്നാ പറയുക അവർ, അച്ഛൻ കൊണ്ടുവന്നതാണ്. കുട്ടികളോട് ഞങ്ങൾ അച്ചാച്ചൻ എന്നും പറയും. അപ്പോൾ പിന്നെ ലഡു. അപ്പോൾ 2 എണ്ണമായി. അപ്പോഴും തോമു അനങ്ങിയിട്ടില്ല കേട്ടോ, തോമുന് ഇഷ്ടമുള്ളതായിട്ടില്ല. അടുത്തത് വന്നപ്പോൾ തോമു ചാടി വീണു അതിൽ, കാരണം തോമുന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പേട. അപ്പോൾ അവൻ കൈ പിടിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അവനൊന്ന് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിങ്ങനെ കഴിച്ചത് തെരുപ്പിൽ കയറിയിട്ടോ അതോ പറ്റാണ്ടോ എന്താണെന്നറിയില്ല. അത് പേട തിന്നതിൻ്റെ അല്ല കേട്ടോ, പേടയുടെ മുകളിൽ കൂടെ ഷവർമ കഴിച്ചു, അത് കഴിഞ്ഞ് പാല് കുടിച്ചു. അപ്പോൾ അതൊക്കെയാന്ന് തോന്നുന്നുണ്ട്, എന്തോ ഇങ്ങനെ കുത്തി മറിഞ്ഞപ്പോൾ ഛർദ്ദിച്ചതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുത്തനോട് കുളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ചെയ്യണ പണിയാണ് കേട്ടോ. ആദ്യം ബനിയനൂരി, അത് കഴിഞ്ഞ് ട്രൗസർ ഊരി. അപ്പോൾ തന്നെയാണ് അതുപോലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഓടിപ്പോയിട്ട് അവൻ്റെ ഹൈ ചെയർ എടുത്ത് വലിച്ച് കൊണ്ടുവന്നിടും. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ അത് എനിക്ക് കാണിച്ച് തന്നത്, അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അറിയാണ്ട് ഇതിൽ പെട്ടുപോയതാണ്. അങ്ങനെ രാത്രി ഞങ്ങൾക്ക് ഇന്ന് ഷവായി ആയിരുന്നു. മറ്റേ ഷവായി തന്നെയല്ലേ പറയുക, ഗ്രിൽഡ് ചിക്കൻ. ഞാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് പറയുന്ന പേരുകൾ മൊത്തം തെറ്റിപ്പോവും കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ബീഫ് കൊണ്ടാട്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സെറ്റ്. മറ്റേ എന്തൊട്ടാണ്, കാന്താരി ഉണ്ടായിരുന്നു, പിന്നെ പെരിപ്പിരി ഉണ്ടായിരുന്നു, പെപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 ഫ്ലേവറായിട്ടാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കുബൂസും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീഫിൻ്റെ കൊണ്ടാട്ടവും ഒക്കെ കൂടെ കഴിച്ച്, പിന്നെ അതിന് മറ്റേ കുത്തുപൊറോട്ടയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് റോബോട്ടിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കയറിപ്പോയി. ഞാൻ നമ്മുടെ പിള്ളേർസിന് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഈ കയ്യെത്തും ദൂരത്തായതുകൊണ്ട് തന്നെ എപ്പോഴും നനയ്ക്കാനും അതിനെ ശുശ്രൂഷിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, സുഭിക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിന് എന്താണ് വല്ല വളം ഇട്ട് കൊടുക്കണ്ടോയെന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ ചെന്നപ്പോഴാണ് പോൾസാട്ടിനോട് ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞു തന്നത്, 3 സ്പൂൺ വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട്, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കൂട്ടം കൂടി പറഞ്ഞല്ലോ കർത്താവേ, ഞാൻ മറന്നല്ലോ അത്, മഞ്ഞൾപ്പൊടിയും ഞാൻ മറന്നു കേട്ടോ, അത് വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ ഒരു കൂട്ടം കൂടി ഉണ്ട്, വെളുത്തുള്ളി ചതച്ചതും. അങ്ങനെ ചതച്ച് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുരുടിപ്പ്, മറ്റേ പുഴുവിൻ്റെ ഇതൊക്കെ മാറുന്നു പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ അവിടെ ഒക്കെ ഭയങ്കര ഭംഗിയിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർ വന്നവരിങ്ങനെ ചോദിച്ചറിയണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും അതൊന്ന് മനസ്സിൽ എടുത്തു വെച്ചതാണ്, കാരണം നാളെ നമുക്കും ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് ഇപ്പം എൻ്റെ മണി പ്ലാന്റ് ഉള്ളത് നിൽക്കണത് കേട്ടോ. ബാക്കി ചട്ടികളൊക്കെ കാലിയായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ രേവ പറഞ്ഞിട്ടുണ്ട്, രേവയുടെ വീട്ടിൽ നിറച്ച് ചെടിയുണ്ട്, ഒന്ന് വന്നാൽ മതി ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ നിൽക്കുകയാണ് നഴ്സറിയിലേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ നഴ്സറി പോകണ്ട, രേവയുടെ അവിടെ നിറച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മൈസൂർ പാക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കണോട് കൂടിയിട്ട് ഒരെണ്ണം ഞാനും എടുത്തു. കാരണം ഇപ്പം കഴിക്കാൻ തോന്നുമ്പോൾ കഴിച്ചാലേ കാര്യമുള്ളൂ, അല്ലാണ്ട് പിന്നീട് ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ആ ചെടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളാം, നിങ്ങൾക്കൊക്കെ അറിയാണ്ടിരിക്കില്ല, പറഞ്ഞോളാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ലവ് എന്നുള്ള ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ പിള്ളേർസ് 4 പേര്,
അപ്പോൾ എപ്പോഴും ഞാൻ പറയില്ലേ, ഗുഡ് വൈബ്സ് ഓൺലി, ഡ്രീം ബിഗ്, സ്റ്റേ ഹമ്പിൾ, സ്മൈൽ മോർ, വറി ലെസ്. അപ്പോൾ ഇതായിരിക്കണം നമ്മളുടെ ലൈഫിൽ. ഇത് ജയന്തി ആൻറ്റി കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഒരു വർഷമായി ജയന്തി ആൻറ്റീനെ അമ്മേനെയും പരിചയപ്പെട്ടിട്ട്. കഴിഞ്ഞ വർഷം കണ്ടമാനം പേര് മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം മീറ്റപ്പിന് വന്ന കുറേ പേര് എനിക്ക് ഈ വർഷവും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 1-2 പേര് മാത്രമാണ് അയക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് എന്നെ വിഷ് ചെയ്തവർക്ക് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മേലിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ 2 വീഡിയോയുടെയും കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.